the food for the plant until the seed germinates and grows. A leaf is obtained from the cotyledon. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഇത് ജസ്റ്റ് മിസ്സിൻ്റെ മക്കൾസ് ഒന്ന് നോട്ട് ചെയ്യാം. ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ച റാഡിക്കളും പ്ലമ്യൂളും കോട്ടിലിഡനൊക്കെ നമ്മളൊരു ഒരു വിത്ത് നട്ടിട്ട് അത് ഏതൊക്കെ ഡേയിലാണ് അത് വരുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യാനാണ്. ഫസ്റ്റ് വൺ, ദ ചേഞ്ച് ഇൻ ദ സീഡിൽ വരുന്ന മാറ്റങ്ങൾ. അതായത് നമ്മളൊരു വിത്ത് നട്ടിട്ട് അതിൽ വരുന്ന മാറ്റങ്ങൾ. മക്കൾ എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞിരുന്നു അല്ലേ, ഒരു വിത്ത് നടുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? കുറച്ച് മണ്ണെടുത്തിട്ട് അതിൽ വിത്ത് ഇടുക. അത് നോർമലി നമ്മൾ പ്ലാന്റ് എങ്ങനെയാണ് നടുന്നത്, പ്ലാന്റ് അല്ല സീഡ് നടുന്നത് എങ്ങനെയാണ്, അതാണ് ഇവിടെ നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു വിത്ത് നട്ടിട്ട് എന്നാണ് അത് മുളക്കുന്നത്, പിന്നെ എന്തൊക്കെയാണ് അതിൽ ചേഞ്ച് വരുന്നത് എന്നൊക്കെയാണ് അറിയേണ്ടത്. ഫസ്റ്റ് വൺ, സൈസ് ഓഫ് ദ സീഡ്. അതായത് നമ്മൾ ആ നടുന്ന ആ ഒരു സീഡിൻ്റെ സൈസ്. ദെൻ ഔട്ടർ കവറിങ് ഓഫ് ദ സീഡ്. അതായത് ആ സീഡിൻ്റെ ഒരു പുറം തൊലി ഉണ്ടാവും. ആ പുറം തൊലി എപ്പോഴാണ് പൊട്ടുന്നത് എന്നുള്ളത്. ദ പാർട്ട് വിച്ച് ഈസ് ജെർമിനേറ്റിംഗ് ആൻഡ് ഗ്രോവിങ് ഡൗൺവേർഡ് ഫ്രം ദ സീഡ്. പിന്നെ അതിൽ റാഡിക്കിൾ, അതായത് താഴോട്ട് വരുന്ന മുളനെയാണ് നമ്മൾ റാഡിക്കിൾ എന്ന് പറയുന്നത്. അതെപ്പോഴാണ് വരുന്നത്? അതുപോലെ പ്ലമ്യൂൾ എപ്പോഴാണ് വരുന്നത്? പ്രൈമറി ലീഫ് വിത്തിൻ ദ സീഡ്, അതായത് നമ്മൾ കോട്ടിലിഡൺ ആണ് ആദ്യത്തെ ഇല. അപ്പോൾ അതെപ്പോഴാണ് വരുന്നത് എന്നുള്ളത് ഓരോ ഡേയിലും ഇവിടെ നോട്ട് ചെയ്യുകയാണ് വേണ്ടത്. മിസ് അത് ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളൊരു മോഡൽ ഇവിടെ മിസ് തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മക്കളൊന്ന് ശ്രദ്ധിക്കുക. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങളെ ഒബ്സർവേഷനാണ് അവിടെ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോപോണിക്സ് ഈസ് എ ന്യൂ മെത്തേഡ് ഓഫ് ഗ്രോവിങ് പ്ലാന്റ്സ് വിത്തൗട്ട് സോയിൽ. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ഹൈഡ്രോപോണിക്സ്. മണ്ണിന് പകരം ഇവിടെ ന്യൂട്രിയൻ്റ് സൊല്യൂഷനാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഹൈഡ്രോപോണിക്സ് പറഞ്ഞാൽ വിത്തൗട്ട് സോയിൽ, മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന പുതിയൊരു രീതിയാണ്. ഇൻ ദിസ് മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ എ ന്യൂട്രിയൻ്റ് സൊല്യൂഷൻ ഇൻസ്റ്റെഡ് ഓഫ് സോയിൽ. മണ്ണിന് പകരം ന്യൂട്രിയൻ്റ് സൊല്യൂഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ എടുത്ത് ചോദിക്കാറുണ്ട് എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ വിത്തൗട്ട് സോയിൽ, മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന മെത്തേഡിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും. ഈ മണ്ണിന് പകരം, സോയിലിന് പകരം എന്താണ് അവിടെ യൂസ് ചെയ്യാമെന്നും കൂടെ ചോദിക്കാറുണ്ട്. ന്യൂട്രിയൻ്റ് സൊല്യൂഷൻ, ഈ കാണുന്ന ന്യൂട്രിയൻ്റ് സൊല്യൂഷനാണ് മണ്ണിന് പകരം ഇവിടെ യൂസ് ചെയ്യുന്നത്. അത്രയും കാര്യങ്ങളാണ് മക്കൾ അവിടെ നോട്ട് ചെയ്യേണ്ടത് കേട്ടോ.